നമുക്കൊരു റിലേഷൻഷിപ്പ് കിട്ടിയിട്ടല്ല എനിക്ക് ആ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളൊരു വിശ്വാസം വരേണ്ടത്. അത് കിട്ടുന്നതിന് മുന്നേ ഞാൻ ആ റിലേഷൻഷിപ്പിന് അർഹയാന്നുള്ളൊരു ബോധ്യം എനിക്ക് ആദ്യം ഉണ്ടാവണം. പലപ്പോഴും നമ്മളുടെ കുറവുകൾ ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു പാർട്ണറെ നമ്മൾ സീക്കാറ്, കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഈവൻ ഇപ്പം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, പക്ഷെ നല്ല ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി ട്രാവൽ ചെയ്യാം. അങ്ങനെ നമ്മൾ പറയും. അപ്പൊ നമ്മളിൽ ഇല്ലാത്ത സാധനങ്ങൾ, അപ്പൊ നമ്മളൊരു നീഡി ആയിട്ട് തന്നെയാണ് നമ്മൾ റിലേഷൻഷിപ്പിനെ പോയി അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ വൺസ് നമ്മളിൽ കംപ്ലീറ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ പാർട്ണറും കൂടെ വന്നാൽ നമുക്ക് ആ ജേർണി കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആവുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം ആക്ച്വലി നമ്മൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോലും പോവാനായിട്ട്. നമ്മൾ ഇമോഷണലി സൗണ്ട് ആയിരിക്കണം ഫസ്റ്റ്. തീർച്ചയായിട്ടും. അതിപ്പം ഞാൻ ഭയങ്കര ഒരു ആൻഷ്യസ് സ്റ്റൈൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ്. എന്റെ ആൻഷ്യസിനെ എപ്പോഴും പാമ്പർ ചെയ്യുന്ന ഒരു പാർട്ണർ അപ്പുറം വേണം എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ കുറച്ച് നാളൊക്കെ പാമ്പർ ചെയ്യുമായിരിക്കും, പിന്നീട് അത് കിട്ടണം എന്നില്ല. അപ്പൊ ഞാൻ പറയുകയാണ് എന്റെ റിലേഷൻഷിപ്പ് ഫെയിലിയർ ആന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നേരെ മറിച്ച് ഞാൻ ആൻഷ്യസ് അറ്റാച്ച്മെന്റിൽ നിന്ന് ഒരു സെക്യൂറിലേക്ക് ഷിഫ്റ്റ് ആവണം ആദ്യം. ഇപ്പം എപ്പോഴും കോള് വന്നില്ലെങ്കിലും ഒരു മെസ്സേജ് അയച്ചില്ലെങ്കിലും അങ്ങ് വിട്ടുപോകുന്ന റിലേഷൻഷിപ്പ് അല്ല എന്നുള്ള ഒരു ബോധ്യം എനിക്ക് വേണമല്ലോ. അതൊരു സെക്യൂർ അറ്റാച്ച്മെന്റ് ഉള്ളവർക്കേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്പേസ് കൊടുക്കാൻ പറ്റുള്ളൂ. ആൻഷ്യസ് ഉള്ളവര് എന്താ പ്രശ്നം, നമുക്ക് ഇപ്പൊ തീർക്കാം, ഇപ്പൊ പറ, എങ്ങനെയായിരിക്കും.